ദൈവനാമം മഹത്വപ്പെടട്ടെ. വളരെ വളരെ നന്ദിയോടെയാണ് ഞാൻ ഇവിടെ മുമ്പിൽ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അല്പം ഭയവുമില്ലാതില്ല. കാരണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷനാണ്. പ്രസംഗം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമൊന്നുമല്ല. അറിയേണ്ടതുപോലെ അറിയുക, അറിഞ്ഞത് അറിയിക്കേണ്ടതുപോലെ അറിയിക്കുക, അറിയിച്ചത് അറിയേണ്ടത് അറിഞ്ഞത് അറിയേണ്ടതുപോലെ അറിയിച്ചത് അറിയേണ്ടതുപോലെ അറിഞ്ഞു എന്ന് ഉറപ്പുവരുത്തുന്നതാണ്. ആദ്യത്തെ രണ്ട് ഒരുമാതിരിയൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അവസാനത്തത് എൻ്റെ കയ്യിലില്ല. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അറിയേണ്ടതുപോലെ അറിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുന്ന ശ്രേഷ്ഠകരമായൊരു പദവി നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും. അതിനേക്കാൾ വലിയായിട്ട് നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയ്ക്കായി ഞാൻ നന്ദി അറിയിക്കും. ഈ ധ്യാന യോഗത്തിന്റെ ആരംഭത്തിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, ഇതിനോട് അടുത്ത് വരുന്തോറും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ജാഗ്രത വർദ്ധിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാൻ, ശബ്ദിക്കുവാൻ, സംസാരിക്കുവാൻ സാധിക്കുമോ എന്ന് ഞാൻ സംശയിച്ചാൽ 2 ആഴ്ചയുണ്ട്. ഒരാഴ്ച ആലയത്തിൽ പോയി ആരാധന എടുക്കാൻ പോലും എനിക്ക് സാധിക്കാതെ വണ്ണം എൻ്റെ ശബ്ദം നിന്നുപോയി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വളരെ നന്ദി അറിയിക്കുന്നു. നിങ്ങളൊരു ധ്യാനയോഗം നടത്തുക മാത്രമല്ല, ബലം പ്രയോഗിച്ച് കർത്താവിന്റെ കൃപ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ എത്ര ദൂരെ യാത്ര ചെയ്തു എന്നതിനേക്കാൾ ഉപരിയായി എത്ര മണിക്കൂർ യാത്ര ചെയ്തു എന്ന് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ചിലരെ കുറിച്ച് ഓർത്തു. എല്ലാവർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. അധ്യക്ഷത വഹിക്കുന്ന എല്ലാ അച്ഛനു വേണ്ടി, ഈ ഇവിടുത്തെ വികാരിയായിരിക്കുന്ന കുര്യൻ സമരീസ് അച്ഛനു വേണ്ടി, ഇവിടുത്തെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ദാസിന് വേണ്ടി, ഞാൻ എല്ലാവരുടെയും പേര് പെട്ടെന്ന് എടുത്ത് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. എന്നെ ആദ്യം കണ്ട് ഈ കാര്യം പറഞ്ഞതായിട്ടുള്ള സ്വാഗതം നൽകിയ ഈ സഹോദരനെ ഇവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് പലയിടത്തൂടെ വന്ന് ഏകോപിപ്പിച്ചതായ ഒരു ദിവസങ്ങളാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്നലെ നമ്മൾ കണ്ടത് കഴുത്തോടും വിറയലോടും കൂടെ എന്ത് ചെയ്യുന്നു? രക്ഷയ്ക്കായിട്ട് പറയുന്നത്. അപ്പുറത്തെ ഒരാളുടെ ഞാൻ ഇന്നലെ പറഞ്ഞത് തിയറി മാത്രമാണ്. ഇന്ന് അല്പം പ്രായോഗിക തലത്തിൽ പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങൾ പറയുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത്. അതത്ര സുഖകരമായ കാര്യമല്ല. തിയറി പറയാൻ വലിയ പ്രയാസമില്ല. ഇവിടെ ഇരിക്കുന്ന ചില കുട്ടികൾ തിയറി പഠിക്കും, പ്രാക്ടിക്കൽ വരുമ്പോൾ ശരിയാവില്ല. ചിലർക്ക് പ്രാക്ടിക്കലാണ് വലിയ ഇഷ്ടം, തിയറി ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കൃപ തരട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു വാക്കോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. അടിയിലൂടെ നിൽക്കുവാൻ നീ കൃപ തന്നു. എല്ലാം നിന്റെ കൃപയാണ്, നിന്റെ ദാനമാണ്. നിന്റെ ജനത്തിന് ആവശ്യമായ നിലയിൽ, അടിയനാവശ്യമായ നിലയിൽ നീ സംസാരിക്കണമേ. അടിയന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് ആക്കുവാൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതാകുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യം കൂടെ ഇരിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. നമ്മൾ കണ്ടത് രക്ഷിക്കപ്പെടുക എന്നുള്ളത് പ്രാർത്ഥന ഓർക്കുമ്പോൾ കർത്താവിനെ ഓർത്ത് 3 കാലയളവിലാണ്. 1 രക്ഷിക്കപ്പെട്ടു, 2 രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, 3 രക്ഷിക്കപ്പെടുന്നു. We are being saved, that is we call righteous
and നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. That is called sanctified. And we are രക്ഷിക്കപ്പെടും. That is called glorification. ഈ sanctification എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. എത്ര വർഷം കാണുന്നത് അതിനെയാണ് പറയുന്നത്. എത്ര വർഷം സാങ്ക്ടിഫിക്കേഷൻ നമ്മളായിരിക്കും? നമ്മുടെ ആയുസ് തീരുന്നതുവരെ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരുന്നത് വരെ ഈ പീരീഡ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് വളരെ ഭയത്തോടും വിറയലോടും കൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഇത് ഒരു അനുഭവമാണ്, ഇതൊരു അവസ്ഥയാണ്. This is a personal experience to those who have a personal encounter with the Lord. ഞാൻ ഇന്നലെ രാത്രിയിൽ സംസാരിച്ചപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകുവാനായി ഞാൻ നിങ്ങൾക്കൊരു ആഹ്വാനം തന്നു. നിങ്ങൾ രാത്രി വീട്ടിൽ ചെന്നതിന് ശേഷം ആ പേഴ്സണൽ എൻകൗണ്ടറിന് വേണ്ടി ആരെങ്കിലും ബന്ധപ്പെട്ടെങ്കിൽ ഞാൻ അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇല്ലെങ്കിൽ എനിക്ക് അല്പം ഭാരം നിങ്ങളോടില്ല, എന്നോട് തന്നെയാണ്. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ അറിയേണ്ടത് പോലെ അറിയിച്ചില്ല എന്നുള്ള ഭാരം എനിക്ക് തന്നെയാണുള്ളത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കൃപയാൽ നീതീകരണം പ്രാപിച്ചവന് എന്ത് സംഭവിക്കും? നീതീകരണം പ്രാപിച്ചവൻ എന്ത് സംഭവിക്കും? അവൻ ഫലം കായ്ക്കും. എങ്ങനെയുള്ള ഫലമാണെന്ന് പറഞ്ഞാൽ വസിച്ചുകൊണ്ടുള്ള ഫലം, വേർപെട്ട് നിന്നുള്ള ഫലമല്ല, വസിക്കും. കൊമ്പ് മുന്തിരിക്കൊള്ളിൽ വസിക്കുന്നത് പോലെ വസിക്കും. ആരും വസിക്കും? ആരും വസിക്കും? ക്രിസ്തുവിൽ വസിക്കും. ക്രിസ്തുവിനോടുകൂടി ആയിട്ട് he will be in Christ, he will put on Christ. ഇപ്പോൾ ഈ കുപ്പായം ഇട്ടുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് വിളിക്കും? അപ്പൂപ്പനെ വിളിക്കും. പ്രിയമുള്ളവരെ, ഇത് ഇടാതെ വന്നാൽ നിങ്ങൾ എന്നെ വിളിക്കും? ചേട്ടൻ വന്നു, അച്ചായൻ വന്നു, വലീസേട്ടൻ വന്നു, ഇതൊക്കെ പറയാം. That is exactly what is happening today. If you don't put on Christ, the people will not recognize as Christians. നാം കർത്താവിനെ ധരിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ സ്വഭാവം നമ്മിൽ കൂടെ മറ്റുള്ളവരേക്ക് പോകുമ്പോൾ we will be called as Christians. ഞാൻ നിങ്ങളുടെ കുട്ടികളെ കുറിച്ചൊക്കെ എനിക്ക് വളരെ സന്തോഷം. I really appreciate each one of you. You are really responding the message. ഞാൻ ഇന്ന് പല കുട്ടികളെ കണ്ടതിൽ അവരൊക്കെ വളരെ മനോഹരമായി റെസ്പോണ്ട് ചെയ്തു. ദൈവം അവർക്ക് കൃപ കൊടുക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവരിപ്പോൾ വന്നിരിക്കുന്ന ആ നിലയിൽ തന്നെ അവർ മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ കണ്ണുനീര് കുറയ്ക്കരുത് കേട്ടോ. കണ്ണുനീര് ഒഴിക്കുവർ ഇനിയും കുറയ്ക്കരുത്. കണ്ണുനീര് ഒഴുക്കാത്തവർ ഇനിയും ഒഴുക്കണം. ആർക്ക് വേണ്ടി? എല്ലാവർക്കും വേണ്ടി, പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഞാൻ ഇന്നൊരു സഹോദരിയോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ശബ്ദത്തിൽ അലച്ച് എന്തോ ഇത്രയും ശബ്ദം ഉണ്ടാക്കി സംസാരിക്കാമോ? എത്ര സംസാരിച്ചാലും അങ്ങനെ പോകും. എന്നാൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ, ദൈവ പരിജ്ഞാനത്തിൽ, വീണ്ടും ജനത്തിന്റെ അനുഭവത്തിൽ അവരെ വളർത്തിക്കൊണ്ടുകൊണ്ട് ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരാക്കി തീർക്കണമെങ്കിൽ ഈ അച്ഛന്മാരെക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ആൾക്കറിയാം. നിങ്ങൾക്ക് കിട്ടുന്ന ഞാൻ ഒട്ടുമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്ന മേടിച്ചോളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ളതാണ് എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ആരായിരിക്കും അറിയാം? ഇവിടെ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ്, ആകയാൽ നിങ്ങളുടെ കർത്താവ് തന്നിരിക്കുന്ന വലിയ ദൗത്യം നിർവഹിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ നീതീകരണം പ്രാപിച്ചാൽ എന്ത് സംഭവിക്കും? There will be a fruit. ഈ ഫ്രൂട്ട് വളരെ അനുഗ്രഹീതമാണ്. ഇത് വിശുദ്ധീകരണത്തിന്റെ അനുഭവമാണ്. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നോ? വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്തറിയാമോ? എല്ലാവർക്കും അറിയാം. അച്ഛനോട് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തനിക്ക് അറിയാവുന്നതാണ് എന്നോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ചോദിക്കുന്നില്ല, പറയേണ്ട കാര്യമില്ല. വിശുദ്ധി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഇവിടെ നായ്ക്കളെ ഒന്നും നിങ്ങൾ വളർത്താറില്ല. നായ്ക്ക് പട്ടികളെ വളർത്തുന്നവരാണ് പലരും. ഈ നായ്ക്ക് കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തിൽ
നിങ്ങളുടെ വല്യപ്പച്ചന് ഭക്ഷണം കൊടുക്കുമോ? വല്യപ്പച്ചന് ഭക്ഷണം കൊടുക്കുമോ? അയ്യോ, ഒന്നും അറിയാത്തവരിപ്പോൾ ഇരിക്കുന്നു. നായ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തിൽ വല്യപ്പച്ചന് ഭക്ഷണം കൊടുക്കുമോ? എന്തുകൊണ്ട്? ഒരേ കടയിൽ നിന്ന് മേടിച്ചതാണ്, ഒരേ കടയിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കാണ്, സ്റ്റീൽ പാത്രമാണ്, ഒരേ ഭക്ഷണമാണ്. പിന്നെന്തുകൊണ്ട് ആ പാത്രത്തിൽ കൊടുക്കുന്നില്ല? It is being separated for dog and it is being separated for the grandfather. That is sanctification. അതാണ് വിശുദ്ധി. ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതായിട്ടുള്ള ആ പാത്രത്തിൽ സാത്താൻ യാതൊരു അവകാശവുമില്ല. എന്നാൽ സാത്താൻ വേർതിരിക്കുന്നത് സാത്താൻ. Sanctification is a great thing. It's a wonderful thing. And if you do practice, we will be rejoicing the Lord like anything. ആകയാൽ ഈ സാങ്ക്ടിഫിക്കേഷൻ കാലത്ത് നായയുടെ പാത്രവും അപ്പച്ചന്റെ പാത്രവും ഓർത്താൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? You will be on the right track. പ്രിയമുള്ളവരെ, വസിച്ചുകൊണ്ടുള്ള ഫലം, കർത്താവിൽ വസിച്ചുകൊണ്ടുള്ള ഫലം തീർച്ചയായിട്ടും അത് നമുക്ക് അനുഗ്രഹമായിരിക്കും. ഈ ഫലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്, കോയലുകാരുടെ മനസ്സിലെന്തോ വരുന്ന ഫലം, ഫ്രൂട്ട്. വെരി ഗുഡ്. ആ ഫ്രൂട്ട് എന്ന് പറഞ്ഞെന്തോ സമയം കളയാതെ. ആത്മാവിന്റെ ഫലം, ദൈവത്തിന് സ്തോത്രം. ആത്മാവിന്റെ ഫലം എത്ര ഉണ്ട്? 9. അത് രണ്ടായിട്ട് തിരിക്കാം. ആത്മാവിന്റെ ഫലത്തെ രണ്ടായിട്ട് തിരിക്കാം. ദൈവസ്നേഹത്താൽ പ്രേരിതമാകുന്ന ഫലം, ദൈവസ്നേഹത്താൽ പ്രേരിതമാകുന്ന ഫലം 8 ഉണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. ഇതെവിടെന്നറിയോ? വേദോസ്തത്തിലെയാ. ഗലാത്യ ലേഖനം 22-ാം അധ്യായം 5-ാം ഭാഗം. തെറ്റിപ്പോയി. 5-ാം അധ്യായം 22 വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഞാൻ പറഞ്ഞ ദൈവസ്നേഹത്താൽ പ്രേരിതമാകുന്ന ഫലമാണ് ഈ 7. എന്നാൽ ജഡം ക്രൂശിക്കപ്പെട്ടതിനാൽ ഉണ്ടാകുന്ന ഫലമാണ് 9. അതാണ് ഇന്ദ്രിയം. അതാണ് പലർക്കും കൺട്രോൾ ചെയ്യാൻ വയ്യാത്തത്. അതുകൊണ്ടാണ് ചില പിള്ളേർ ചിലരുടെ പുറകെ പോകും, ചില പിള്ളേർ വേറെ ചിലരുടെ പോകും. ഇന്ദ്രിയം പ്രാപിച്ചില്ലെങ്കിലുണ്ടല്ലോ ഒരിടത്തും എത്താൻ പറ്റത്തില്ല. പപ്പായും മമ്മിയും വിചാരിക്കുന്ന സ്ഥലത്തെങ്കിലും നിങ്ങൾ വരികയില്ല കേട്ടോ. സോ ഇന്ദ്രിയം, ആ ഇന്ദ്രിയം എപ്പോൾ കിട്ടുന്നറിയാം? ജഡം ക്രൂശിക്കപ്പെടുമ്പോൾ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എൻ്റെ അപ്പന്റെ പേരെന്താണ്? ഞാൻ പാപം ചെയ്യുമ്പോൾ പിശാച്. അപ്പൊ പിശാച് എന്റെ അപ്പനായിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതെല്ലാം എന്നെ പ്രവൃത്തിയായിരിക്കും അറിയാം? ജഡത്തിന്റെ പ്രവൃത്തിയാണ്. ഞാൻ എന്റെ ജഡം ക്രൂശീകരിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ജനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നീതീകരിക്കപ്പെടുമ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന എന്തായിരിക്കും അറിയാമോ? സാങ്ക്ടിഫൈഡ് ആയിട്ടുള്ള അനുഭവത്തിലാണ്. പ്രിയമുള്ളവരെ, അപ്പോഴാണ് ഇന്ദ്രിയം ഉണ്ടാകുന്നത്. ഒരു വിശ്വാസി ജഡത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് നിർജീവമായി തീരും. എപ്പോൾ? തന്നെ ക്രൂശിക്കുമ്പോൾ, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുമ്പോൾ. വളരെ ഈസിയായിട്ട് സംഭവിക്കും. പക്ഷേ ക്രൂശിടാൻ എളുപ്പമാണ്, ക്രൂശിക്കപ്പെടാനായിട്ട് എളുപ്പമാണ്. ഇപ്പൊ ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്നറിയോ? നാട്ടിൽ വന്ന് നിങ്ങൾ ശവടം നടക്കുകയാണെങ്കിൽ ഒന്നും പേടിക്കണ്ട. നിങ്ങളുടെ പെട്ടിയുടെ പുറത്ത് ഇത്രയും നീളമുള്ള കുരിശുണ്ടായിരിക്കും. ഇത്രയും നീളമുള്ള കുരിശുണ്ടായിരിക്കും. നിങ്ങൾ പേടിക്കണ്ട. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെടുന്നു. എവിടെ? ആ മണ്ണിനകത്ത്. ഒരു പ്രയോജനമില്ല. അപ്പോൾ കുരിശ് വായി വെച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇപ്പോൾ ക്രൂശ് വായി വെക്കണം. ഞാൻ എന്റെ ജഡത്തെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ആരാണ്? ക്രിസ്തു അല്ല, ഞാനാണ്. ഇല്ലയോ? അല്ല, ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ പോയാൽ അറിയാമായിരുന്നു, ഇത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജഡത്തിന്റെ പ്രവൃത്തികൾ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, വികാരങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ജഡത്തിന്റെ പ്രവർത്തനങ്ങൾ. വികാരങ്ങളോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ: ജാരശങ്ക, പക, പിണക്കം, ക്രോധ, ശാഠ്യം, ബ്രഹ്മവൃക്ഷം, ഭിന്നത, അസൂയ,
സ്വാഭിഷ്ഠാനം, വിഗ്രഹാരാധന, ആഭിചാരം 10. മാത്രമല്ല ജഡമോഹത്താൽ പ്രേരിതമാകുന്ന ജഡത്തിന്റെ പ്രവൃത്തിയുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വെറിക്കൂത്ത്, മദ്യപാനം, സ്വയംഭോഗം, പുരുഷഭയം, മോഷണം, പിടിച്ചുപറി. ഇത് ഗലാത്യത്തിൽ മാത്രമല്ല, വേദപുസ്തകത്തിൽ പറയുന്നത്. അതും 10. അപ്പൊ ഏറ്റവും കൂടുതൽ ആരാ? ജഡത്തിന്റെ പ്രവൃത്തികളാണ് കൂടെ. 10, 10, 20. മറ്റേ എല്ലാം കൂടെ കൂടിയ കെട്ടുകളെന്നറിയാം. 8, 1, 9. ആർക്കാ കൂടുതൽ മാർക്ക് കിട്ടുന്നത്? രണ്ടാമത്തെ കൂട്ടർ പാസാന്തരത്തല്ലേ നമ്മൾ പോകണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ ജഡത്തോട് യാത്ര പറയാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ദൈവസ്നേഹത്താൽ പ്രേരിതമാകുന്ന ആത്മാവിന്റെ 8 ഫലം, ജഡം ക്രൂശിക്കപ്പെടുന്നതിനാൽ ഉണ്ടാകുന്ന ഉൾപ്പെടുന്ന ഒന്നാമത്തെ ഒരു ഫലം കൂടി. അങ്ങനെ 9 ഫലങ്ങൾ ആത്മാവിന്റെ ഫലങ്ങളായി നാം കാണുന്നു. വികാരങ്ങളോട് ബന്ധപ്പെട്ട ജഡത്തിന്റെ പ്രവൃത്തികൾ, ജഡമോഹത്താൽ പ്രേരിതമാകുന്ന 10 പ്രവൃത്തി. അങ്ങനെ ആദ്യത്തേത് നീതീകരിക്കപ്പെട്ടവർ ചെയ്യേണ്ടതാണ്. മറ്റത് നീതീകരിക്കപ്പെടാത്തവർ ചെയ്യുന്നതാണ്. ജഡത്തിന്റെ പ്രവൃത്തി നീതീകരിക്കപ്പെടാത്തവർ ചെയ്യുമ്പോൾ ആത്മാവിന്റെ പ്രവൃത്തി നീതീകരിക്കപ്പെട്ടവരായി. രക്ഷയ്ക്കായി പ്രവൃത്തി എന്ന് മുതൽ എന്ന് വരെ എന്നുള്ളത് വളരെ വ്യക്തമായി ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധീകരണ കാലയളവിൽ വിശുദ്ധരായി ജീവിപ്പാൻ ജീവിതത്തിൽ വളരെയേറെ ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. അതാണ് പ്രവൃത്തി, രക്ഷയ്ക്കാനുള്ള പ്രവൃത്തി. രക്ഷിക്കപ്പെട്ടപ്പോൾ തീർന്നില്ല രക്ഷയുടെ പ്രവൃത്തി. അത് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോഴാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. During this period, obey the word of God and be guided by the Holy Spirit. Here we have to reject something and we have to accept them. ഈ കാലയളവിലാണ് നമ്മൾ ചിലത് സ്വീകരിക്കണം, ചിലതിനെ ഉപേക്ഷിക്കണം. ഇവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായുള്ള കളയേണ്ടതുണ്ട്, സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും ജനിച്ചവന് കളയേണ്ടതുണ്ട്, വീണ്ടും ജനിക്കാത്തവന് അത് കളയാതെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. രക്ഷയുടെ അന്തിമമായ തേജസ്കരണത്തിൽ എത്തുന്നത് വരെ ഈ പ്രവൃത്തി തുടരും. എന്തിനാണ്? രക്ഷയ്ക്കായിട്ടാണോ? അതെ. രക്ഷ പൂർത്തീകരിക്കണമെന്നറിയാം. സാങ്ക്ടിഫിക്കേഷൻ പൂർത്തീകരിക്കും. അപ്പോൾ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ട് പോകേണ്ടതായി. അതാണ് ഭയത്തോടും വിറയലോടും കൂടെ പ്രവർത്തിക്കാൻ നടക്കും ഈ കാര്യം. എന്തായാലും 10, 15, 20, 30, 60 അതിനെത്ര ഇത്രയും വയസ്സൊക്കെ ആയല്ലോ. ഈ കാര്യം നടക്കും നമ്മളെ കൊണ്ട്. ജഡത്തെ കുറിക്കാൻ പോവാം. ജഡമില്ല നടക്കാൻ പറ്റും. ജഡമുണ്ടായിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അതിനെ കുറിച്ചാൽ പിന്നെ ദുപ്പട്ടിക്കാത്ത വേണ്ട. പിന്നെന്തോ ജഡത്തെ കുറിക്കാന്ന് പറയാൻ ഞാൻ അവിടേക്ക് പോകുന്നില്ല. എൻ്റെ സമയം വളരെ വേഗത്തിൽ പോകും. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, നാം എങ്ങനെ പ്രവർത്തിക്കണം, നടക്കുമോ? പൗലോസ് പറയുന്നത് അറിയാമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിൽ മതി. എൻ്റെ ജഡത്തെ ക്രൂശിക്കും, എന്നെ ശക്തനാക്കി തീരണം. വളരെ വാശിയോടുകൂടി ഞാൻ ദമസ്കോസിൽ കൂടെ പോവുകയാണ്. ശൗലേ ശൗലേ, ബാക്കി അറിയാമേ? ഇപ്പോൾ വായിച്ചോളൂ. 9-ാമത്തെ അപ്പോസ്തലപ്രവൃത്തികൾ 9-ാമത്തെ. അവിടെ വെച്ച് അവൻ തീരുമാനിച്ചു, ജഡത്തെ ക്രൂശിപ്പാൻ തീരുമാനിച്ചു, ജഡത്തെ ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചു. എനിക്ക് ലാഭമായിരുന്നു ഒക്കെ ചേരുമെന്ന് ഇടയായി തീർന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പരിജ്ഞാനത്തിന് ശ്രദ്ധ സകലതും ചപ്പനും ചറവാൻ എണ്ണുവാൻ പൗലോസ് സാധിച്ചു. ആകയാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട അലക്സാണ്ടർ സാർ മദ്രാസ് എയർപോർട്ടിലെ ചീഫ് എഞ്ചിനീയറാണ്. വളരെ വളരെ ശ്രേഷ്ഠമായ പദവിയിൽ, ഉന്നതമായ പദവിയിൽ, ആ സ്ഥാനത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും ഉന്നതമായ ശമ്പളം മേടിക്കുന്ന അലക്സാണ്ടർ സാർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ നേരെ പോകുന്നത് എല്ലാ ദിവസവും അദ്ദേഹം വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി 11 മണി. എന്തോ ചെയ്യാമെന്നറിയാം? അദ്ദേഹം ജഡത്തെ ക്രൂശിച്ചൊരു മനുഷ്യൻ. ജഡത്തിന് വേണ്ടി അല്ല ജീവിക്കുന്നു. ബഹുമാനപ്പെട്ട അലക്സാണ്ടർ സാർ വീടുകൾ തോറും കയറി പ്രാർത്ഥനാ കൂട്ടങ്ങൾ നടത്തും. ആദ്യം 4-5 പേരായിരുന്നു, പിന്നെ 10-60 പേരായി, 10-100 പേരായി ഒരു വീട്ടിൽ കൂടുന്നത്.
അലക്സാണ്ടർ സാറിന്റെ ശുശ്രൂഷയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കും സാധിക്കും. ഫുൾ ടൈം ഉപ്പായിട്ടവർക്ക് മാത്രമല്ല കർത്താവിന്റെ വേല. നിങ്ങളുടെ ജോലി കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ കയറി, 2 വീട്ടിൽ കയറി, അല്പസമയം സമയമില്ലല്ലോ ചെയ്തുകൊള്ളൂ. പ്രിയമുള്ളവരെ, അതൊരു ശുശ്രൂഷയാണ്, ശ്രേഷ്ഠമായ പദവിയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയാമോ? അനേക രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനിടയായിരിക്കും. പ്രിയമുള്ളവരെ, യു ആർ സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ലാർഡ്. ദൈവത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ യു ആർ സേഫ് ഇൻ ദ ആംസ് ഓഫ് ദ ലോർഡ്. യു ആർ സേഫ് ഇൻ ദി ആംസ് ഓഫ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, അതെല്ലാം കണ്ടല്ലോ. എൻ്റെ കയ്യിൽ പിതാവായ ദൈവം എന്നെ കുറിച്ച് പറയുന്നത് കീഴേ ശാശ്വത, മനസ്സിലായോ? അവന്റെ കൈ കീഴിൽ അമർന്നിരിപ്പീൻ. അപ്പോൾ മേലെന്താണ്? താഴെ ഒരു കര, മേളിൽ ഒരു കര. കർത്താവിന് എത്ര കരമുണ്ട്? 25 ഉണ്ടോ 50 ഉണ്ടോ? എത്ര രൂപ? How many hands God has? You don't know. Million. Okay, very good. അതാണ് ഈ അപ്പച്ചന്മാരെ എല്ലാം നടത്തുന്നുണ്ട്, പിള്ളേരെ എല്ലാം നടത്തുന്നത്. എന്തുമാത്രം കരം വേണം? കീഴേ ശാശ്വത ഭുജം. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. കീഴേ ശാശ്വത ഭുജം. അവന്റെ ബലമുള്ള കൈ കീഴ് താണിരുന്നു കൊണ്ട് ക്രൂശിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ കൊടുങ്കാറ്റുകൾ വരും, വേലിക്കാറ്റുകൾ വരും, നിരാശ വരും, വേദന വരും. എനിക്കാരുമില്ല. എവിടെ ഇരിക്കുന്നത്? Be assured, I am in the hands of the Lord. എന്തും എനിക്ക് വരട്ടെ, ഞാൻ ഒറ്റപ്പെടട്ടെ, ഞാൻ തള്ളപ്പെടട്ടെ, ഞാൻ കരുതപ്പെടാതിരിക്കട്ടെ, എനിക്ക് എന്തും വന്നു കൊള്ളട്ടെ. Where am I? I am in the hands of the Lord, safe in the hands of the Lord. പ്രിയമുള്ളവരെ, ആകയാൽ ആ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ, ആ ദൈവത്തെ സേവിക്കുന്നതിൽ, ആ ദൈവത്തിന് വേണ്ടി ജഡം ക്രൂശീകരിക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ എത്രമാത്രം സ്വീകരിക്കുന്നു. വിശ്വസ്തരായിരിക്കണം ദൈവത്തോടും സഹോദരനോടും. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്. വളരെ പ്രയാസമുള്ള സംഗതിയാണ് സഹോദരൻ. ഞാൻ വേറെ കാര്യം കൂടെ ഈ ചെറുപ്പക്കാരോട് പറയണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഈ ചെറുപ്പക്കാരെയൊക്കെ ബന്ധപ്പെട്ടപ്പം അതിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലായി. അവരൊക്കെ വളരേണ്ടതുപോലെ വളർന്നത്. കണ്ട ചെറുക്കൻ്റെയും കണ്ട പെണ്ണിൻ്റെ പുറകെ ഒന്നും പോകാൻ നിങ്ങൾക്കിടയാകും. ഒരു കാര്യം ഞാൻ പറയാം, പ്രിയ പെൺകുട്ടികളെ, യുവതികളെ, നിങ്ങൾ ജനിച്ചതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറുക്കനെ, ഒരു മകനെ, ഒരു മണവാളനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. ആയതുപോലെ തന്നെ പ്രിയ ആൺകുട്ടികളെ, നിങ്ങൾ ജനിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവം സുന്ദരിയായ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കാണുന്നതെന്ന് പറയാമോ? The best thing, find out who is that person. സാധിക്കും. കാരണം ഞാൻ പെണ്ണ് കിട്ടിയതാ, അല്ല കല്യാണം കഴിച്ചതാ, ഭർത്താവായതാ. ഞാനൊരു തെളിയും പറയാൻ പോയി. എന്റെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞു, ഇവിടെ ഒരു പെൺകുട്ടി കൊണ്ട് പോയി കെട്ടിക്കോളാൻ പറഞ്ഞു. ഞാനൊന്ന് പോയി കെട്ടി. എന്റെ 3 മക്കൾക്കുണ്ട്. അതൊന്നും പറയാനിപ്പോ സമയമില്ല. ഈ ബഹുമാനപ്പെട്ട അച്ഛനറിയാം, 3 പേരെ ആദ്യം വന്നവര് കെട്ടി. ഇതുവരെ അവർക്കൊരു കുഴപ്പമില്ല. God's selection is better than your selection. And if you are untears, He will help you to find out the right person. ജനിക്കുന്നതിന് മുമ്പേ ഒരിക്കൽ പെൺകുട്ടിയും, അല്ല ഞാൻ അങ്ങനെ പറഞ്ഞു, അതെ മനസ്സിലായല്ലോ. അങ്ങനെയുള്ളത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പിന്നെ ഇപ്പൊ സ്ത്രീ ധനമില്ല, സ്ത്രീയെ കൊടുത്താൽ പോരാ, പാകം കൂടെ അങ്ങ് കൊടുക്കണം. അത് സാധിക്കുമോ? ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കണം, പിള്ളേരെ കെട്ടിക്കണം, പിള്ളേരെ പഠിപ്പിക്കണം, പിള്ളേരെ കെട്ടിപ്പിക്കണം. ഈ പിള്ളേരെ തന്നത് ആരാ? അയ്യോ, ഇവിടെ അങ്ങ് ഓന്നീന്ന് വന്നപ്പോ ഈ പിള്ളേരെ കൊണ്ടാണ് വന്നത്. ഒരു എയർബാഗുമായിട്ട് എയർപോർട്ടിൽ വന്ന്
സുഖമായിട്ട് കയറി വന്നപ്പം ഇതെല്ലാം കൊണ്ടാണ് വന്നത്? അല്ലല്ലോ. കർത്താവ് നിങ്ങളെ കരുതി, ഇത്രത്തോളം കരുതി. ശ്രീധരത്തെ കുറിച്ച് പേടിക്കണ്ട. എനിക്ക് മൂന്നാമതൊരു പെൺകുട്ടി ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട സഭാ സെക്രട്ടറി എന്നെ വിളിച്ചു പറഞ്ഞു, പരീസേ, ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ പറഞ്ഞു. അന്ന് രാത്രി ഞാൻ എൻ്റെ ഭാര്യയും കൂടെ കണ്ണുനീരോട് പ്രാർത്ഥിച്ചിട്ട് ഒരു തീരുമാനമെടുത്തു. എന്റെ മകൻ കെട്ടിയാലും എന്റെ പെൺമക്കളെ കെട്ടിച്ചാലും ഈ സാധനമില്ല. ഏതാ? അയ്യോ, ശ്രീധരൻ കൊടുക്കുകയുമില്ല, വാങ്ങിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. 3 പേരെ കിട്ടി, സന്തോഷമായി ജീവിക്കുന്നു. ശ്രീധരൻ കൊടുക്കാഞ്ഞതിനാൽ എന്റെ പെൺകുട്ടികളെ അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ല. ശ്രീധരൻ കൊണ്ടുവരാഞ്ഞതിനാൽ എന്റെ മകൻ അവളെ പറഞ്ഞു വിട്ടില്ല. സ്തോത്രം. പ്രിയമുള്ളവരെ, God is able to guide us when we are living a sanctified life. ഞാൻ വലിയ sanctified ആണെന്നല്ല ഞാൻ പറയുന്നത്. But as far as I know, I want to live as he lives. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കാര്യം കരുതുവാൻ ഒരു കർത്താവുണ്ട്. അവൻ വിശ്വസ്തനാണ്. ഇത്രയും കാര്യം പേഴ്സൺ പറഞ്ഞു. ഒരു കാര്യം കൂടെ പേഴ്സൺ പറയാം. ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ സംസാരിക്കാറില്ല. From Calicut University till up to this time, when I left the job in Calicut University, ഞാനൊരു മണ്ടനാണെന്ന് ആരാണ്ടൊക്കെ ഞാൻ പറഞ്ഞു പഠിക്കാൻ. പക്ഷെങ്കിൽ ഞാൻ മാത്തമാറ്റിക്സ് എടുത്ത മാത്തമാറ്റിക്സിന് 15 കൂടുതൽ 100 എനിക്ക് കിട്ടാറില്ല. അപ്പൊ നിങ്ങളൊക്കെ എടുക്കാൻ അറിയാവും. പക്ഷെങ്കിൽ ഞാൻ SB കോളേജിൽ ചങ്ങനാശ്ശേരി പഠിക്കുമ്പോൾ ഞാൻ മാത്തമാറ്റിക്സ് എടുത്ത് ഓപ്ഷനിൽ എടുത്താണ് BSc പാസ്സായത്. Why it is? James chapter 1:5. That's the answer. James chapter 1:5. Why cannot? ഇവരൊക്കെ പറയാൻ ഇവർ പോയത് മാത്രമല്ല, പാട്ട് മാത്രമല്ല, വചനം നിശ്ചയമുണ്ട്. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. എന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ ആരോടും പറയില്ലെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാ കാലിക്കറ്റ് 250 രൂപയിൽ നിന്നും 40 രൂപയിലേക്ക് എന്റെ ശമ്പളം വെട്ടി കുറച്ചു. അതിൽ 15 രൂപ എന്റെ സ്വന്തം ഇളവേക്ക് കൊടുക്കും. കാരണം അത്ര 5 ആൾക്ക് തരത്തുള്ളൂ. അത് അവർ കണ്ടുകൊടുക്കുകയും. പ്രിയമുള്ളവരെ, ഇതുവരെ എനിക്കൊരു 10-25 വയസ്സ് കാണില്ലേ? ഇതുവരെ എന്റെ ദൈവം എന്റെ നടക്കും. ഈ 84-ാമത്തെ വയസ്സിൽ എന്റെ കർത്താവിനെ നടത്തുന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ. അവർ വിശ്വസ്തനാണ്. ഒരിക്കൽ മാത്രം UBS യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരി പഠിക്കുമ്പോൾ എൻ്റെ ബ്രദറിന് ഒരു ടെലിഗ്രാം മണി ഓർഡറിന് വേണ്ടി അപേക്ഷിച്ചു. അത് കിട്ടി. പിന്നെ അതിനുശേഷം അദ്ദേഹത്തോട് അതും ചോദിച്ചു. നിങ്ങളവരെ ദൈവം എത്ര വിശ്വസ്തനാണ്. യഹോവ നല്ലവനെന്നും രുചിച്ചറിയാം. ഈ സയന്റിഫിക്കേഷൻ പീരീഡില്ല. കേട്ടോ, അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല. സയന്റിഫിക്കേഷൻ പീരീഡിലാണ് യഹോവ ആരാണെന്ന് അറിയുന്നത്. എന്റെ കോപത്തോട് യാത്ര പറയുവാൻ കർത്താവ് സഹായിക്കുമോ? ഇല്ല. അദ്ദേഹത്തിന് എന്റെ കോപം മാറ്റാൻ പറ്റില്ല, അച്ഛന്റെ കോപം മാറ്റാൻ സാധിക്കും. സെക്രട്ടറി ഒന്നും പറയണ്ട കേട്ടോ. സെക്രട്ടറിയുടെ കോപം മാറ്റാൻ സാധിക്കില്ല. എന്റെ അച്ഛന്റെ പോള് അച്ഛന്റെ കോപം മാറ്റും. അല്ല, സകലയുടെ കോപവും മാറ്റുവാൻ, സകല അസൂയയും മാറ്റുവാൻ, സകല പകയും മാറ്റുവാൻ ആർക്ക് കഴിയുമെന്നറിയാമോ? ഈ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഷാർജയുടെ പ്രദേശത്തോ ഗൾഫിന്റെ പ്രദേശത്തോ ഇനി അടുത്ത കാലത്തെങ്ങും പോകാനുള്ള സാധ്യത ഞാൻ കണ്ടുപോലുമില്ല, സ്വപ്നം കണ്ടുപോയില്ല. പക്ഷെ ഇവിടെ 2 പേര് ഇരിപ്പുണ്ട്. ഞാൻ അവിടെയൊക്കെ പേര് പറയുമ്പോൾ സന്തോഷമാണ്. അവർക്കറിയാം ഇത് എവിടെ നിന്ന് സംഭവിച്ചു എന്ന് അവർക്കറിയാം. അതിനേക്കാൾ വലിയ ഞാൻ അറിയുന്നു, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പൗലോസ് എന്താ പറയുന്നത് അറിയാമോ? He has an encounter at Damascus. സ്വാർത്ഥത വെടിഞ്ഞു. ഇന്ന് പലർക്കും സാധ്യമല്ല. നമ്മള് സ്വാർത്ഥതയെ കുറിച്ച് കണ്ടല്ലോ. അത് മാത്രമല്ല, ലാഭമായിരുന്നൊക്കെ ഛേദമെന്നെ. അത് മാത്രമല്ല, ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായ ക്രിസ്തുവിനോട് താരതമ്യപ്പെടുവാൻ താൻ തന്നെ സമ്മതിച്ചു. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ അവൻ ആഗ്രഹിച്ചു.
തന്റെ പ്രാണനെ വിലയേറിയതായിട്ട് അവൻ എണ്ണിയില്ല. കർത്താവ് നമ്മെ ശുശ്രൂഷ തികയ്ക്കണം. ഇതെല്ലാം ഓരോ പ്രസംഗത്തിലുള്ള വിഷയങ്ങളാണ്, ഓരോ പ്രസംഗത്തിലുള്ള വാക്യങ്ങളാണിത്. നിങ്ങൾ വളരെ വേഗത്തിൽ കേൾക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ എത്രയും വേഗത്തിൽ മറക്കുമെന്നുള്ളത്. ആകയാൽ വളരെ ശുശ്രൂഷ തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ എന്ന് പറയും. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇത്രയും ഞാൻ പറഞ്ഞതിനറിയാം. രക്ഷിക്കപ്പെട്ടു ജസ്റ്റിഫൈഡ് ആളുകളെ കുറിച്ച് ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശം, പ്രത്യേകമായ ദൗത്യങ്ങളുണ്ട്. ഈ സാധനത്തിന്റെ പേരെന്തോ ഒന്ന് പറഞ്ഞതായി അല്ല അച്ഛാ, ഇത് ആരും പറയുന്നത് ഞാൻ പിടിച്ചിരിക്കുന്ന സാധനം ഇതെന്തിനാ ഉണ്ടാക്കിയത്? ആ ബോക്സിൽ അടച്ചു വെക്കാനാണോ? അല്ല, ഇതിനൊരു ഉപയോഗമുണ്ട്. എന്നെയും നിങ്ങളെയും ഈ ലോകത്തിൽ ആക്കി വെച്ചതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ചോദിച്ചിട്ടുണ്ടോ? ചിലർ ചോദിച്ചിട്ടുണ്ട്, ഭാര്യയാകുന്നത് കർത്താവേ ഒരു ഭാര്യയാക്കണേ. ചിലർ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ ഒരു ഭർത്താവാക്കണേ. What else? ദൈവത്തിന് ഞങ്ങളെ കുറിച്ച് ഉദ്ദേശമുണ്ട്. ആ ദൗത്യങ്ങൾ നിർവഹിക്കണം. നമ്മെ നീതീകരിച്ച കർത്താവിന് തന്റെ ലക്ഷ്യങ്ങൾ നമ്മിൽ കൂടെ നിർവഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് വിശ്വസ്തയോടെ, ത്യാഗത്തോടെ, സമർപ്പണത്തോടെ, സ്വാർത്ഥതയില്ലാതെ ചെയ്യുമ്പോൾ നാം എവിടെ പേരെന്നറിയാം? തേജസ്കരണത്തിലേക്ക് നമ്മൾ അറിയിക്കുക. ദൈവത്തിന് സ്തോത്രം. The will of God may be fulfilled in my life, in your life, for that I should be faithful, unselfish, and surrender ourselves for the glory of God. അവിടെ നമുക്ക് അനുഗ്രഹം. ഓരോ ദിവസം ചെയ്യുന്ന പ്രവൃത്തിയാണ് രക്ഷിക്കപ്പെടാൻ ചെയ്യേണ്ട പ്രവൃത്തി. സാങ്ക്ടിഫൈഡ് ആളുള്ള, ജസ്റ്റിഫൈഡ് ആളാണ് ഓരോ ദിവസം ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്തെന്നറിയാം? സാങ്ക്ടിഫൈഡ് ആയിട്ട് ഇതാണുള്ള പ്രവൃത്തി. അതെന്താണ് എനിക്കറിയാം. പല്ല് തേക്കണം, മുഖം കഴുകണം, കുളിക്കണം, വസ്ത്രം ധരിക്കണം, ഇതെല്ലാം അതിൽപ്പെട്ടത്. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഓരോ ദിവസവും ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇതിൽ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയാൽ കുഴപ്പം വല്ലതുണ്ടോ? ഈ കാര്യങ്ങളെ ഒരു മെന്ററായി പ്രവർത്തിക്കുക. നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ ബന്ധുക്കളിൽ നിങ്ങൾക്കൊരു മെന്ററായി അല്ല, you can work as a mentor at least 1 or 2 in your life, maybe during a period of 2 or 3 years, and you can be a prayer partner for your friend. You know your friend sometimes better than he knows. Then you can pray for that friend. Be a prayer partner. You can open the door. നമ്മൾ അക്വിലായും പ്രിസ്കിലായും കുറിച്ച് പഠിക്കുന്നുണ്ടല്ലേ? ഏത് പുസ്തകത്തിൽ അവരെ കുറിച്ച് വായിക്കുന്നത്? പ്രവൃത്തി നല്ലപോലെ അറിയാം, പ്രവൃത്തി ചെയ്യാൻ അറിയത്തില്ല. ആകയാൽ അപ്പോസ്തല പ്രവൃത്തി അക്വിലായും പ്രിസ്കിലായും IIM-ന്റെ ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ തിയഡോർ വില്യം, നിങ്ങൾ ചാണ്ടപ്പിള്ളേച്ചനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട ചാണ്ടപ്പിള്ളേച്ചന് എത്ര മക്കളുണ്ടെന്നറിയോ? അത് ഞങ്ങളുടെ വീട്ടിലല്ല, ഒരു മകളെ. ആ മകളുടെ കല്യാണത്തിന്, വിവാഹത്തിന് പ്രസംഗിച്ചത് തിയഡോർ വില്യംസാണ്. ആ പ്രസംഗം ഇതാണ്: Aquila and Priscilla, they opened their hearts, they opened their house, they opened their purse. What a wonderful message. കല്യാണത്തിന് ഈ പ്രസംഗം ചെയ്യും. കിട്ടിയത് മുഴുവൻ ഭർത്താവ് കൊണ്ടുപോകും, കിട്ടിയത് മുഴുവൻ കൊണ്ടുപോകാറുള്ളത്. പക്ഷേ ഇവിടെ തിയഡോർ പറയുന്നത് ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് ഓപ്പൺ യുവർ ഡോർ. എവിടെയാ ഇത്? രണ്ടാമത് ഇത് ഓപ്പൺ ചെയ്ത് കഴിക്കാനല്ലേ? ഓപ്പൺ യുവർ ഡോർ ആൻഡ് ഓപ്പൺ യുവർ പേഴ്സ്. God will bless you. അതുകൊണ്ട് ഈ കറുത്ത പുസ്തകമല്ല, വെളുത്ത പേജിൽ എഴുതിയിരിക്കുന്ന ഈ വാക്ക് ഉള്ളിടത്തോളം ആരുടെ പേരുണ്ടായിരിക്കും അവിടെ? അക്വില ആൻഡ് പ്രിസ്കില്ല. They are the model family. ആകയാൽ കുടിക്കരുതോ,
നമ്മുടെ മുറി, നമ്മുടെ തിണ്ണ, നമ്മുടെ വരാന്ത, നമ്മുടെ പാർക്ക് എന്തിനു വേണ്ടി കൊടുക്കണം എന്നറിയാം? രണ്ടുപേരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് കൊടുത്ത സന്തോഷമല്ലോ, അനുഗ്രഹമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഒരു ഫാമിലിക്ക് വേണ്ടി മുട്ടിപ്പാടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാൻ ഇന്ന ഫാമിലിക്ക് വേണ്ടി മുട്ടിപ്പാടി പ്രാർത്ഥിക്കും. അവരുടെ പ്രശ്നങ്ങൾ അറിയും, അവരുടെ ആവശ്യങ്ങൾ അറിയും. ഒരുപക്ഷെ അവരറിഞ്ഞില്ലെങ്കിൽ ഞാൻ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുക. ഇതൊക്കെ അതിനകത്തുള്ളതാണ്. ഞാൻ എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിനേക്കാൾ നല്ലതാണ് ഞാൻ എൻ്റെ കുടുംബമോ ഞങ്ങൾ കിട്ടുന്ന ഞങ്ങൾ കഴിക്കും, ഞങ്ങൾക്കുള്ള സമയം ഞങ്ങൾ ഉപയോഗിക്കും, മറ്റാർക്കും വേണ്ടിയുള്ളതല്ല. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി വേറിട്ട് സമയമെടുത്ത് പ്രാർത്ഥിക്കാം. സഹായിച്ചുകൂടായോ? പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിലും പഠിക്കുവാനുള്ള സാമ്പത്തിക സഹായമില്ലാത്ത, സാമ്പത്തിക സൗകര്യങ്ങളില്ലാത്ത അനേക കുട്ടികളുണ്ട്. വീടിന്റെ പണി പൂർത്തീകരിക്കാത്ത അനേക ഭവനങ്ങളുണ്ട്. നിങ്ങളിവിടെയൊക്കെ വീട് കയറിയാൽ നല്ലത്. കഴിഞ്ഞ 8 വർഷമായി വീടിന്റെ മേളത്തെ വാർപ്പ് കഴിഞ്ഞു, ഭിത്തി കെട്ടി, വാതിലില്ല, തറയില്ല, അടുക്കളയില്ല, ഒരമ്മയും 2 മക്കൾ ആ വീട്ടിൽ 7 വർഷമായിട്ട് ജീവിക്കുന്നു. ഒരു സഹായിച്ചുകൂടെ? ഒന്നും തന്നെ ഞാൻ ചോദിച്ചില്ല. അങ്ങനെയുള്ള അനേകം പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നമുക്ക് അവരൊക്കെ സഹായിക്കാനായിട്ട് സാധിക്കും. രക്ഷിക്കപ്പെട്ട, നീതീകരിക്കപ്പെട്ടവൻ, വർക്ക് ഫോർ യുവർ സാൽവേഷൻ. ഇത്രയും സമൂഹത്തോട് ഞാൻ പറഞ്ഞു. വർക്ക് ഫോർ യുവർ സാൽവേഷൻ ഇൻ റിലേഷൻ ടു യുവർ ഫാമിലി. സമൂഹത്തെ മാത്രമല്ല, ഇല്ലാത്തവരെ മാത്രമല്ല, വീടില്ലാത്തവരെ മാത്രമല്ല, work in relation to your family. Here I visited some families. I was very happy and I am thankful to the Lord that you are caring and nurturing and teaching and helping the studies of your children. And നിങ്ങളുടെ ഒരു മോട്ടീവാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. Few sisters have left their job for what? Only for the future, the studies of their children. And few others join the job for what? There is no other way to meet the needs of the day for the family, for the children, and so on. All are here who are sacrificing themselves, either by giving out the job or taking the job, whatever it is. I do congratulate each one of you. But still, ഒരു കാര്യം ഇപ്പോഴുണ്ട്, അറിയാമോ? രക്ഷിക്കപ്പെട്ടെങ്കിലും ഇപ്പോൾ ഒരു സന്തോഷം, സന്തത സഹചാരിയായി ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കും. ആളുടെ പേരെന്താണെന്ന് അറിയാമോ? TENSION എന്ന് പറഞ്ഞു. ആളുടെ പേരെന്തോ? TENSION. That is still worrying you, the tension, the anxiety. തീർച്ചയായിട്ടും ഈ ആൻസൈറ്റിക്ക് മനോഹരമായ ഒരു വാക്കുണ്ട്. പത്രോസിന്റെ ലേഖനത്തിലെ 5-ാം അധ്യായം. നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എന്റെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലം ഇട്ടുകൊള്ളുക. ഇതൊരു വലിയ എക്സസൈസ് ആണ് കേട്ടോ. നമ്മുടെ ടെൻഷൻ, നമ്മുടെ ചിന്താകുലം മാറാനുള്ള ഏക മാർഗം അതേ ഉള്ളൂ. There is no other way. അച്ഛന്റെ പേന വീണ്ടും എടുക്കുക കേട്ടോ. അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ നിങ്ങളുടെ ഭാരം അവൻ എടുത്തോളൂ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? കർത്താവേ, എനിക്ക് ഇച്ചിരി ഭാരമുണ്ട്, ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നോ എന്നറിയോ എനിക്കറിയില്ല, നിനക്കത് ചിന്തിക്കാൻ ഒക്കുമോ എനിക്കറിയത്തില്ല, ഞാൻ നിന്റെ സ്ഥലത്തിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവ് അങ്ങനെ പറഞ്ഞു, ഇട്ടുകൊള്ളാനാണ്. That is the difference between the nominal Christian and the Christian who is really born again and being sanctified. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? He will put
ഇട്ടുകൊടുക്കും. ഒന്നും പേടിച്ചിരിക്കുകയില്ല. എന്റെ കർത്താവ് എന്നോട് ചോദിച്ചാൽ എനിക്ക് തന്നിരിക്കും. സോ ഹിയർ ഇറ്റ് ഈസ്. മറ്റേന്നറിയാം, പേടിയാണ് മറ്റുള്ളവരുടെ കൂട്ടത്. എന്റെ പ്രശ്നം ഇച്ചിരി കട്ടിയാണ്, ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് എന്റെ ദൈവത്തിനാണ് എല്ലാം സാധിക്കുമെന്ന്. കാരണം എത്രയോ ലക്ഷങ്ങളുടെ കാര്യമാണ് ദൈവം നോക്കുന്നത്. അതിലൂടെ കൃപയായി എന്റെ കാര്യം നോക്കാൻ ദൈവത്തിന് സാധിക്കും. ആ ചിന്ത വിട്ടാട്ടെ. He is able to take care of you. Put on അല്ലല്ലോ, cast your burden. Thank you. ഈ പദങ്ങൾ വരുന്നില്ല കേട്ടോ. Cast your burden upon the Lord. നിങ്ങൾ അത് അഭ്യസിച്ചാൽ, നിങ്ങളെപ്പോലെ സാമർഥ്യമുള്ളവർ, ആരോഗ്യമുള്ളവർ ഈ ഷാർജയിൽ ഈ പ്രദേശം കാണില്ല. നിങ്ങളുടെ ടെൻഷൻ, നിങ്ങളുടേതായുള്ള വികാരങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഇടുമ്പോൾ, that is an exercise of the person who is getting sanctified. വിശുദ്ധിയിലേക്ക് വരുന്നതായിട്ടുള്ള ഒരനുഭവം നമുക്കുണ്ടാകും. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളുടെ കൃപ നിങ്ങൾക്ക് തരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷ പ്രാപിച്ചപ്പോൾ നമുക്കുള്ളതായിട്ടുള്ള വലിയ സന്തോഷമുള്ളതാണ്. എല്ലാവരെയും, വീട്ടുകാരെ സ്നേഹിക്കണം, വീട്ടുകാരെ കരുതണം, വീട്ടുകാർക്ക് വേണ്ടി സമ്പാദിക്കണം, നാട്ടിലൊരു വീടുണ്ടാക്കണം, വീട്ടിലൊരു കൂടുണ്ടാക്കണം, കൂട്ടിലൊരു മോനെ വളർത്തണം, ആ മോനെ വളർത്തിയിട്ട് ഞാൻ പിന്നെ പറയാൻ പോയില്ല, നിർത്തിയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ. പക്ഷേ നമ്മുടെ ആഗ്രഹം എന്താണെന്ന് അറിയാം? ഞാൻ എൻ്റെ പൈതലാണ്, ദൈവത്തിൻ്റെ പൈതൽ. അവൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ചില ചരിത്രങ്ങളൊക്കെ അച്ഛന്മാരായി ഞങ്ങൾ വീടുകളിൽ പോകുമ്പോൾ കേൾക്കാൻ ഇടയായിത്തരും. അത് പറയാനും കേൾക്കാനല്ല നിങ്ങൾ വന്നിരിക്കുന്നു. പക്ഷെ ചില കണ്ണുനീര് വളരെ ഖേദകരമാണ്. ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യ നാട്ടിലാണ്. ഭർത്താവും ഭാര്യയും ഗൾഫിലാണ്, മാതാപിതാക്കൾ നാട്ടിലാണ്. ബാക്കി കാര്യം നിങ്ങൾ ചിന്തിച്ചു. പ്രിയമുള്ളവരെ, ഈ കർത്താവ് നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടോടുള്ള ബന്ധത്തിൽ സാങ്ക്ടിഫൈഡ് ആണെങ്കിൽ നമ്മൾ വളരെ വ്യത്യസ്തരായിരിക്കും. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള അനുഗ്രഹീതമായ അനുഭവങ്ങൾ നമുക്കുണ്ടായിത്തീരുവാൻ ഇടയായിത്തീരും. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇൻ റിലേഷൻ ടു അവർ റിലേറ്റീവ്സ്, ഒരു സാങ്ക്ടിഫൈഡുള്ള ആളുകൾ നമ്മളോട് ബന്ധപ്പെട്ടവരോടുള്ള രീതിയിൽ എപ്രകാരമായിരിക്കണം. ഞാൻ ആത്മാവ് പ്രാപിച്ചവനാണ്, ഞാൻ ആത്മീയനാണ്, ഞാൻ പാടും, ഞാൻ സ്തോത്രം ചെയ്യും. പക്ഷേ മറക്കരുത് നിങ്ങളുടെ ബെറ്റർഹാർട്ടിനെ, മറക്കരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, മറക്കരുത് നിങ്ങളുടെ മാതാപിതാക്കളെ, മറക്കരുത് നിങ്ങളുടെ അമ്മാച്ചൻ. പിന്നെ ഉണ്ടല്ലോ പറയണം, ഒരു ആരെയും മറക്കരുത്. ആ മറന്നാൽ ഒരു ഭാഗം തളർന്ന ഒരു വിശ്വാസി പോരാ. ചിലപ്പോണ്ടല്ലോ പാരലൈസ് ആകുമ്പോൾ ഒരു ഭാഗം അനക്കാൻ വയ്യ. സാങ്ക്ടിഫൈഡ് എന്ന് അപമാനിക്കുന്ന, സാങ്ക്ടിഫൈഡ് ആയിക്കൊണ്ടിരിക്കുന്ന അപമാനിക്കുന്ന പലരുടെയും ഒരു സൈഡ് അനങ്ങത്തില്ല. എവിടാന്നറിയാമോ? പ്രിയപ്പെട്ടവരിലേക്കുള്ള കൈ അനങ്ങത്തില്ല, മറ്റേ കൈ മാത്രമേ അനങ്ങുള്ളൂ. അത് സാങ്ക്ടിഫൈഡ് ലക്ഷണമല്ല. നാം വിശുദ്ധീകരണത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും ശ്രദ്ധിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. ഞാനൊരു കാര്യം മറന്നിട്ടല്ല പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവരെയും ഒരുപോലെ ശ്രദ്ധിക്കാൻ കഴിയില്ല. എല്ലാവർക്കും ഒരുപോലെ കഴിവാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. പിന്നെ അച്ഛനെന്തിനേത് പറഞ്ഞു ചോദിക്കും, നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുക. ഒന്നും സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മുട്ടിപ്പാട് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളെ സഹായിക്കും. മൂന്നാമതായി നമ്മൾ പറയുന്നത് സാങ്ക്ടിഫൈഡ് ഉള്ള ആളുകൾ ഏതെല്ലാം വിധത്തിൽ പ്രവർത്തിക്കണമെന്നാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ. ഇനി ഞാൻ പറയാൻ ആവശ്യിക്കുന്നത് അല്പം കൂടെ വ്യത്യസ്തമാണ്. ഇൻ റിലേഷൻ ടു ദ ഗ്രേറ്റ് കമ്മീഷൻ, സാങ്ക്ടിഫൈഡ് ആയിട്ടുള്ള ആളുകൾ what they have to do in relation to the great commission. What is the great commission?
ഇവിടെ വലിയ ടീച്ചേഴ്സ് ഒക്കെ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, പുറപ്പെടുകയും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. Matthew chapter 28 verse 19 to 20. And Peter and Andrew അവരെങ്ങനെ വന്നറിയാവോ? ഇവിടെ ഞാൻ കണ്ടു, ഞാൻ ക്രിസ്തുവിനെ കണ്ടു, നീയും പോരെ, എൻ്റെ കൂടെ പോരെ. പ്രിയമുള്ളവരെ, ഞങ്ങൾ മനുഷ്യായി എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നു, നീയും വാ. ഫിലിപ്പോസ് നഥാനിയേലിനോട് പറഞ്ഞത് അത് തന്നെയാണ്. ആകയാൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ വീട്ടുകാരോട് പറയാൻ കഴിയുന്ന വലിയ സത്യം എന്താണെന്നറിയാമോ? അപ്പോൾ ഈ പ്രിയപ്പെട്ട അച്ഛനും നമ്മുടെ പ്രിയ സഹോദരനും ഇവിടെ അടുത്തുള്ളതാണ്. പൂക്കളുള്ളതാണ്. മെർക്കിൾ ഗാർഡൻ എന്നെ കാണിച്ചു. അത് സന്തോഷമായിരിക്കും. അപ്പോൾ ഞാൻ നാട്ടിൽ ചെന്ന ഉടനെ ആദ്യം പറയുന്നത് എന്താ? മിറക്കിൾ ഗാർഡൻ കണ്ടു. അവർക്ക് ഇത് അറിയില്ല എന്താണ് മിറക്കിൾ ഗാർഡൻ കണ്ടു. എനിക്കറിയാം, അച്ഛനും അറിയാം, ജോയിക്കും അറിയാം. ഇതാണ് സത്യം. നാം സാങ്ക്ടിഫൈഡ് ആകുന്ന അനുഭവത്തിലേക്ക് വരുമ്പോൾ we will share the miracles that takes place in our life. അതാണ് ഞാൻ ക്രിസ്തുവിനെ കണ്ടു, സഹോദര നീ ക്രിസ്തുവിനെ കാണുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ കൂടെ രക്ഷ അനുഭവിച്ചവർ തീർച്ചയായിട്ടും ക്രിസ്തുവിൽ കൂടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടവർ, ക്രിസ്തുവിൽ കൂടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടവർ തീർച്ചയായും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരെന്ന് പറയും. ഇവിടെ ഒരു കടയുണ്ട്, ആ കടയ്ക്ക് എല്ലാത്തിനും വില കുറവാണ് അല്ലേ? അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ആ കട പോകത്തില്ല അല്ലേ? നിങ്ങൾ മാടിക്കുന്ന കട തന്നെ മാത്രമേ. മറ്റേ കടയിൽ എല്ലാം വളരെ വിലക്കുറവാണ്. പോയി വാങ്ങിക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരു 80% ഓൾറെഡി ആളും who can take care of you, who can heal you, who can give you peace, who can give you the riches in the world and the next world will come. പ്രിയമുള്ളവരെ, അത് പറയേണ്ട ചുമതല ആർക്കാണ്? 2-3 അല്ലേ? അല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാം കൂടെ ചുമതല. അതാണ് ഇവാഞ്ചലിക സഭയെ കുറിച്ച് പറയുന്നത്. നമ്മളെല്ലാം സുവിശേഷകരാണ്, എല്ലാം സുവിശേഷകരാണ്. ക്രിസ്തു ഒരു ജോലി തരപ്പെടുത്തി തന്നു എന്ന് വിശ്വസിക്കുന്നവരെ, ജോലിക്കായി കാക്ഷിക്കുന്നവരോട് ചെന്ന് പറയുവാൻ നിങ്ങൾ സമയമെടുക്കുമോ? ഗൾഫിൽ ഇന്നടത്ത് ഇന്ന കമ്പനിയിൽ ഒരു ജോലിയുണ്ട്, നിങ്ങൾ അവിടെയൊക്കെ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് പറയാൻ നമുക്ക് മടിയുണ്ടോ? മടി ഇല്ലാത്തില്ല, മടി ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, പറയണോ വേണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇവിടെ വളരെ ഗൾഫ് വന്നപ്പോൾ നിങ്ങളുടെയൊക്കെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കേരളത്തിൽ കിടന്ന് മെനക്കെടുത്തതിനേക്കാൾ എത്ര നല്ലതായിരിക്കും ഇവിടെ വന്ന് ജോലി കിട്ടിയ. ഞാനപ്പോൾ എൻ്റെ സ്നേഹിതരായിട്ടുള്ള അന്നത്തെ അവരാരെയും ഈ സ്ഥലത്തില്ല, അവരോട് പറഞ്ഞു ഒരു ജോലി കിട്ടാൻ സൗകര്യപ്പെടുമോ? അയ്യോ അച്ഛാ, എന്തേ അവിടുത്തെ ജോലി ഒന്നുമില്ല, ഇവിടെ ഒരു കമ്പനി ഒരു ജോലി കൊടുക്കുന്നില്ല, ആർക്കും ജോലി കൊടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പിന്നെ നിങ്ങളൊക്കെ വന്നല്ല അതിന് ശേഷമാണ്. ആ സഹോദരന്മാർ എന്നോട് പറഞ്ഞതിന് ശേഷം വന്നവരായി ഇവിടെ കൂടിയിരിക്കുന്ന ഇങ്ങനൊന്നും പറയാതെ അച്ഛാ ശ്രമിക്കാം, നോക്കാം എന്ന് പറയാൻ ഞാനിപ്പോൾ അവരോട് പറഞ്ഞില്ല, ജോലിക്ക് വേണ്ടിയൊന്നും പറഞ്ഞില്ല. പക്ഷെ this is the example of a person who is sanctified. വിശുദ്ധീകരണത്തിലേക്ക് പോകുന്ന വ്യക്തിയുടെ ഹൃദയം ശുദ്ധമായിരിക്കും. ആ ഹൃദയം ശുദ്ധമായിരിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അനുഗ്രഹീതമായ സഹായമാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് കമ്മീഷൻ. നമ്മുടെ ഏതൊക്കെ പ്രശ്നങ്ങൾക്കും ക്രിസ്തു പരിഹാരം തരുമോ ഇല്ലയോ? Christ is a solution for each and everything that comes to a person who is being sanctified. ശരിയാണോ? അല്ലെങ്കിൽ നിങ്ങൾ ആമീൻ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് എന്താ പറയാം? അതുവരെ പഠിക്കത്തില്ലേ? പഠിക്കാതിരിക്കട്ടെ. ആമീൻ എല്ലാവരും ആമീൻ പറഞ്ഞാൽ അർത്ഥം എന്താ? അപ്രകാരം തന്നെ ആയിരിക്കട്ടെ. പ്രാർത്ഥന ശ്രദ്ധിച്ചില്ലെങ്കിലും
എന്ത് ചെയ്യണം? ആമേൻ. ഇതൊക്കെ കിട്ടുമെന്ന് അറിയത്തില്ല ദൈവത്തിന്റെ സന്നിധി. രുചിച്ചിന്റെ കർത്താവിനെ രുചിപ്പാൻ മറ്റുള്ളവരെ സഹായിക്കണം. നാം കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിഞ്ഞെങ്കിൽ അവനെ മറ്റുള്ളവർക്ക് കൊടുക്കണം. നീതീകരിക്കപ്പെട്ടതായുള്ള ഒരു വിശ്വാസിയുടെ ദൗത്യമാണ് ക്രിസ്തുവിനെ സാക്ഷിക്കുക. നീതീകരിക്കപ്പെട്ടതായുള്ള ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുമ്പോൾ എന്താണ് ചെയ്യണമെന്ന് അറിയാം? മറ്റുള്ളവരോട് പ്രവർത്തിക്കുക, പറയുവാനായിട്ട്. ഈ അനുഭവത്തിൽ വരാത്തവരെയാണ് വഴിയിലേക്ക് കൊണ്ടുവരിക. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. Now you hear a cry. ഒരു നിലവിളി നിങ്ങൾ ശ്രദ്ധിക്കുക. ആ നിലവിളി കേൾക്കാൻ ഇഷ്ടമാണ്? പലരുടെയും കരച്ചിൽ കേൾക്കാൻ ഇഷ്ടമാണ്? അല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. നിലവിളി കേൾക്കാൻ ഇഷ്ടമല്ല, നിലവിളി കേട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യം വണ്ടിയെല്ലാം വിട്ട് ചെയ്യുന്നു നിലവിളിച്ചവനെ കാണാൻ പോകും. അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ നിലവിളി കേൾക്കാതിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിലവിളി ജീവിതത്തിൽ സംതൃപ്തി ഇല്ലാത്തവരുടെ, സന്തുഷ്ടി ഇല്ലാത്തവരുടെ നിലവിളി എങ്ങനെ ഇരിക്കുമെന്നറിയാമോ? അങ്ങനെയുള്ളവർ നിങ്ങളുടെ സമീപത്തുണ്ട്. ഞാൻ ഇതിൽ ജീവിക്കുന്നു, ഇനി ഞാൻ ആർക്കായി ജീവിക്കുന്നു, മതി, ഈ ജീവിതം മതി എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും നിങ്ങളുടെ സമീപത്തുണ്ടാകും. Will you hear that cry? There is a God, a Savior who can save you from your depression. അങ്ങനെ നല്ലതാണ്. ഡിപ്രഷനുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ സമീപത്തുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടോ? നിങ്ങളുടെ നാട്ടിൽ അതേ ഉള്ളൂ. ഡിപ്രഷൻ ഇല്ലാത്ത എത്ര പേരുണ്ട്? ഡിപ്രഷൻ ഇല്ലാത്ത ക്രിസ്ത്യാനികൾ എത്ര പേരുണ്ട്? It is my duty to see that cry and show Christ. Here is a person who can take off your depression, who can bring you to the greater shore, beautiful shore. പ്രിയമുള്ളവരെ, സുരക്ഷിതരല്ല എന്ന് ചിന്തിക്കുന്നവരുടെ കാര്യം, ഈ പട്ടണത്തിൽ സുരക്ഷിതരല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ ആദ്യം വരുമ്പോൾ എല്ലാവരും എന്നോട് ഷെയർ ചെയ്ത്, അച്ഛാ ഞങ്ങൾ ഇന്ന് ഓഫീസിൽ പോകുന്നു, വൈകിട്ട് വരുമ്പോൾ ഇവിടുന്ന് പോകാനുള്ള ഓർഡറാണോ അതോ നിൽക്കാനുള്ള ഓർഡറാണോ എന്നറിയില്ല. പക്ഷെ ഈ പ്രാവശ്യം ആരിൽ നിന്നും ഞാനത് കേട്ടില്ല. എല്ലാവരും കൂടെ ഉറച്ച ലക്ഷണത്തിലാണ്. പ്രിയമുള്ളവരെ, എപ്പോഴാണ് ജോലി പോകുന്നത്, എപ്പോഴാണ് ഇവിടുന്ന് പോകേണ്ടതെന്ന് അറിയാൻ വയ്യാത്തതായ ഒരു സ്ഥിതി ഈ രാജ്യത്ത് മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴെത്ര ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഈ വന്നിട്ട് ആരും എന്നോട് ഷെയർ ചെയ്തില്ല, അല്ലെ ഞാൻ പറയാൻ പറ്റും. എന്നാൽ ചിലരിവിടെ കാണും സുരക്ഷിതരല്ല. ആയതുപോലെ തന്നെയാണ് ഇത്രയെല്ലാം ഉണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കി, പക്ഷെങ്കിൽ ഒരു പ്രത്യാശയില്ലാത്ത വ്യക്തിയുടെ കരച്ചിൽ, ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത, കണ്ടിട്ടുണ്ടോ പ്രത്യാശയില്ലാത്തവരെ? ഒന്നാമത് ഞാൻ പ്രത്യാശയില്ലാത്തവർ എന്ത് ചെയ്യുന്നറിയോ? എന്ന് പറഞ്ഞാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ഉള്ള ജോലിയിൽ സന്തുഷ്ടരല്ലാത്തവരുണ്ട്. നമ്മുടെ കൂട്ടത്തിലുണ്ടോ? എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ തരണം. നിങ്ങൾ കാണുമ്പോൾ ആന്റി ഓക്കെ, അങ്കിൾ ഓക്കെ, ഓക്കെ ഒന്നുമില്ല. നാട്ടിൽ ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരു തീറ്റയാണ്, പശുക്കട്ടുള്ള ഒരു തീറ്റയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഓക്കെ അല്ല. അസന്തുഷ്ടരായി, നിരാശയോടുകൂടെ, വേദനയോടുകൂടെ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഭാരപ്പെടുന്ന ചിലർ നിങ്ങളുടെ ഓഫീസിൽ കാണും, നിങ്ങളുടെ ഫ്ലാറ്റിൽ കാണും, നിങ്ങളുടെ സഞ്ചരിക്കുന്നിടത്ത് കാണും. You are a representative. You are a representative of Jesus, who is the hope of everything. എല്ലാത്തിനും പ്രത്യാശ നൽകുന്ന ഒരു കർത്താവിനാണ്. വിവിധ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവരുടെ കരച്ചിൽ, അധ്വാനിക്കുന്ന ഏവരുമേയും നിങ്ങൾ എൻ്റെ അടുത്തിൽ വരുകയും, അതേത് അധ്വാനമായിരുന്നാലും കുഴപ്പമില്ല. ഞാനീ പറയുന്ന ആരെ കുറിച്ചാണ് അറിയാമോ? A person who is getting sanctified. ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടാകേണ്ടതായ അനുഭവങ്ങളാണ്. ഇത് ഭരിക്കാറാകുമ്പോൾ ചെയ്യുന്ന ജോലിയല്ല, തീരാറായെന്ന് ചിന്തിക്കുമ്പോൾ ജോലിയല്ല, പക്ഷപാതം കിടക്കുമ്പോഴല്ല, സ്റ്റെൻഡിട്ട് കിടക്കുമ്പോഴല്ല. When you are healthy, when you are walking, when you are talking,
there are people who are really being affected by various issues of daily life. പ്രിയമുള്ളവരെ, കർത്താവിലേക്ക് വരാനിരിക്കാൻ നമുക്കുള്ള ദൗത്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ മുമ്പേ അമ്മമാരെ കുറിച്ച് പറഞ്ഞില്ല, പ്രത്യേകിച്ച് അവര് സന്തോഷമുള്ളവരാണ്. മക്കളുള്ള അമ്മമാര് സന്തോഷമാണ്. കാരണം എന്നറിയാം, അവരെ കർത്താവ് കൊണ്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ. പക്ഷെ അതല്ലാതെ എത്ര പേരെ കർത്താവിലേക്ക് നയിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടോ? ഇല്ലയോ? ഇവനെ കൊണ്ടെടുക്കാൻ, ഇവനെ കൊണ്ട് ഇവിടെ കഷണ്ടിയാക്കി ഇനി ഇവനെ കൊണ്ടെടുക്കാൻ അല്ല, നിന്നെ കൊണ്ട് ആവശ്യം. I have given my son for you. You must give your life for me. കുഴപ്പമുണ്ടോ? കർത്താവ് ആർക്ക് വേണ്ടി വന്നത്? ഈ ചാവത്തിന് വേണ്ടി, എനിക്ക് വേണ്ടിയാണ്. കർത്താവ് തന്റെ പിതാവായ ദൈവം തന്റെ മകനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എനിക്ക് വേണ്ടിയാണ്. അതുപോലെ എൻ്റെ സഹോദരന് വേണ്ടിയാണ്. അത് പറയാനുള്ള സമൂഹം നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, സമൂഹത്തിൽ നമുക്കുള്ള ദൗത്യം ശ്രേഷ്ഠമാണ്. വളരെ അഡിക്സുള്ളതായുള്ള ഒരു ലോകമാണ്. ഇവിടെ എനിക്ക് കണ്ടാൽ അറിയത്തില്ല എങ്ങനെയാണ്. ഡ്രഗ് അഡിക്ട്സ്, സെക്സ് അഡിക്ട്സ്, ഇന്റർനെറ്റ് അഡിക്റ്റ് ഉണ്ടോ? എനിക്ക് ശ്രദ്ധിക്കണം, ഉണ്ടാക്കിക്കണം, അല്ല കളഞ്ഞേക്കണം. പ്രിയമുള്ളവരെ, തകർക്കപ്പെടുന്ന കുടുംബങ്ങൾ. ഞാനൊരു കുടുംബത്തെ ഓർക്കുകയാണ്. കല്യാണത്തിന് ഞാനും ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായി, ആർഭാടമായ കല്യാണം, വിഭവസമൃദ്ധമായ സദ്യ അതുമുണ്ടായി. പെട്ടെന്നാണ് ഗൾഫിലേക്ക് പോകേണ്ടി വന്നത്, അവധിയില്ല. അപ്പോൾ ഭർത്താവ് തീരുമാനിച്ചു, ഭാര്യയില്ലാതെ ഞാൻ പോകുന്നില്ല. എങ്ങനെയോ തരപ്പെടുത്തി ഭാര്യയ്ക്കുള്ള വിസായം കിട്ടി. 4-ാമത്തെ ദിവസം ഇവിടെ വന്നു. 8-ാമത്തെ ദിവസം ഡൈവേഴ്സാണ്. ഗൾഫിൽ നടന്നതാണ്. പേര് വന്നിട്ട് ഞാൻ പറഞ്ഞത് ഇതാണ് ലൈഫ്. നിങ്ങളെ ഓർമ്മ ഞാൻ എന്തുമാത്രം ദൈവത്തെ സ്തുതിക്കുന്നു. കൈ കൊടുത്ത നാൾ മുതൽ ഇന്ന് വരെ വിശ്വസ്തരായി ജീവിക്കാൻ ഇടയായത് ആരുടെ മെറിറ്റാണെന്ന്. It is the grace of God. ദൈവത്തിന്റെ കൃപയാണ്. ഒരു ദിവസം ഈ സഹോദരി വിചാരിച്ചാൽ മതി, ഇവൻ കൊള്ളത്തില്ല, ഇവൻ ആ വാരാട്ടൊക്കെ പറയാൻ നടക്കാന്ന് ഈ സഹോദരി വിചാരിച്ചാൽ എന്റെ ആഫീസ് കൂട്ടി. അതുപോലെ തന്നെ ഈ സഹോദരൻ അടിക്കാണ്, ഇവളെ കൊള്ളി, ഇവൾ ആരാണ്ടൊക്കെ പുറകെ പോകണം, ഒന്ന് ചെറിയ ഡൗട്ട് മതി, ആഫീസ് കൂട്ടി. But the grace of God, you are being living together for the glory of God. എന്നാൽ ഇതില്ലാത്ത നമ്മുടെ മക്കളില്ല. അവരെ കർത്താവിലേക്ക് ആനയിക്കുക. അവർ കർത്താവ് കൃപയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം സമാധാനം, സമൃദ്ധിയില്ല. സമാധാനമുണ്ടോ? സമാധാനം എങ്ങനെ കിട്ടും? സയന്റിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ആ പ്രോസസ്സിൽ പോകുന്ന വ്യക്തിക്ക് സമാധാനം ഉണ്ടാകുമോ? ഉണ്ടാകും. എന്റെ സമാധാനം ഞാൻ ഉണ്ടാക്കണം. അതെപ്പോഴും അനുഭവിച്ച സമാധാനം, എപ്പോഴും സമാധാനം കൽക്ക് വന്നതിന് ശേഷമുള്ള സമാധാനമാണ്. ഉയരത്തിലെ ദൈവം തന്റെ സകല മഹിമകളും വെടിഞ്ഞ് താണ ലോകത്തിലേക്ക് കീർത്തിശീലയിൽ. ആരാ കീർത്തിശീലയിൽ കിടക്കുന്നത് അറിയാം? ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം ഉണ്ടായി. ഉണ്ടാകട്ടെന്ന് പറയുമ്പോൾ നമ്മളെ, നിങ്ങളെ ഉണ്ടാക്കിയ ദൈവം എവിടെ കീർത്തിശീലയിൽ കിടക്കുന്നു? ഞാൻ ചോദിച്ചോട്ടെ, മോന്റെ പേരെന്തോ? മോനെ കേറുവാണ്. മോന്റെ പേരെന്താ? അറിയാം, ഒരു പേര് പറഞ്ഞു, എനിക്ക് കിട്ടിയില്ലെന്നു. കിട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. റേണ് നാളെ ഇവിടുത്തെ തെരുവിൽ, ഇവിടുത്തെ ഗാർബേജ് കൊണ്ടുവരുന്ന തെരുവിൽ അവനെ കൊണ്ടിട്ടിട്ട് നീ ഒരാഴ്ച ഇവിടെ താമസിക്കുക എന്ന് പറയുവാൻ ഗട്സ് ഉള്ള പേരൻസ് ഇവിടെ ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആരും ചെയ്യുമോ? പിതാവായ ദൈവം എന്തായിരുന്നു? ഈ കുഴിയിലേക്ക്
ഈ കീഴ്ശീലയിലേക്ക് ഈ മനസ്സിലായോ? He has sent his only begotten son to be part of the man. ഈ പാപ സ്വഭാവത്തിലേക്ക് വന്നതാണ് അവനെ പോകരുത് കേട്ടോ, പോകരുത്. അന്ന് എന്നെ വിളിക്കാം, ഈ അച്ഛനെ വിളിക്കാം, ഞങ്ങൾ രക്ഷിച്ചോ. ഓർത്ത് മാറ്റണം. പിതാവ് പുത്രനിലേക്ക് കഴിച്ചത് എങ്ങോട്ടാണെന്നറിയാം? ഈ പാപലോകത്തിലേക്ക്, ഈ പാപങ്ങളുടെ മുമ്പിൽ മാത്രമല്ല, അറിയാം എന്റെ മകനെ അവരെന്ത് ചെയ്യും? കൈയുടെ വെള്ളയിൽ കൊണ്ടു നടക്കും എന്ന് പിതാവ് വിചാരിച്ചോ? ഇല്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാളായിട്ടാണ് ഇങ്ങോട്ട് അയച്ചപ്പോഴേ അറിഞ്ഞു ഇവനെവിടെ തീരുവന്ന്, ക്രൂശിൽ തീരുവന്ന്. നിങ്ങൾ ഓർക്കണം കർത്താവിന്റെ സ്നേഹം, പിതാവായ ദൈവത്തിന്റെ സ്നേഹം. ആകയാൽ നമ്മുടെ സമൂഹത്തിൽ ആ സ്നേഹം അറിയേണ്ടവരുണ്ട് എന്നുള്ളത് നാം അറിയണം. നമ്മളൊരു ചൂണ്ടുവരയായിട്ട് ഇവിടെ ഈ സ്ട്രീറ്റിലെ എവിടെ പോയിരുന്നാലും ഓരോ സ്ഥലത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട്, എന്നിട്ട് ഒരു ആരോ ഇട്ടിട്ടുണ്ട്. യുവാഞ്ചലിക്കാർ ഇവിടുത്തെ ആരാന്നറിയാമോ? ഈ ചൂണ്ടുവരകളാണ്. എവിടോട്ട് നയിക്കുന്ന ഷാർജയുടെ ക്യാപിറ്റൽ എവിടെ? ഷാർജ. അവിടോട്ട് നയിക്കുന്ന ചൂണ്ടുവര, പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന ചൂണ്ടുവരകളാണ് ആര്? നമ്മൾ ഓരോരുത്തരും നാം ചെയ്യേണ്ട ഒരു കാര്യം. കൊലോസ്യർക്ക് 4:3 വാക്യം. എനിക്ക് ആ സൂര്യ എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും നാം സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. എന്ത് ചെയ്യാനാണ്? To declare the mystery. എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മരണം പ്രസ്താവിക്കുക. ഇവിടെ ഇരിക്കുന്നവരെ എല്ലാം കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? കൊലോസ്യ ക്രിസ്ത്യാനികൾ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് കർത്താവിന്റെ മിസ്റ്ററി പറയുകയാണ്. നിങ്ങൾ മർമ്മം, എന്താണ് മർമ്മം? ക്രിസ്തു ഏകരക്ഷകൻ. ക്രിസ്തു ഏകരക്ഷകൻ. ആർക്ക്? യുവാഞ്ചലിക്കാരില്ലേ? അല്ലെങ്കിൽ മർത്തമക്കാർ, അല്ലെ CSIക്കാർ, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ? അല്ല. ക്രിസ്തു ഏകരക്ഷകൻ, ഏവർക്കും രക്ഷ, എല്ലാവർക്കും കൃപയാൽ വിശ്വാസം മൂലം എവിടെയും രക്ഷിക്കപ്പെടണമെന്ന് ഒരുപോലെ. പ്രിയമുള്ളവരെ, ഞാൻ സ്കൂളിൽ നിന്ന് വരികയാണ്. ഇപ്പോഴല്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ 2 മദ്യപന്മാർ തമ്മിൽ അടിക്കുകയാണ്. നല്ലപോലെ കുടിച്ചാണ് അടി തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് നാട്ടിൽ ഗോലിയാത്തന്മാരുണ്ടായി. ഇപ്പോൾ ഒന്നുമില്ല, ആരും വകവെക്കത്തില്ല. നാട്ടിൽ ഗോലിയാത്ത് പറഞ്ഞാൽ കേൾക്കും. ആ ആള് പറഞ്ഞാൽ മറ്റുള്ളവർ ആരായിരുന്നാലും കേൾക്കും. ഈ അടിക്കുന്ന 2 മദ്യപന്മാർ, ഈ ഗോലിയാത്തമ്മ സഹോദരൻ മർമ്മ തുറന്നു കൊടുത്തു. അടിയും പോയി, ഇനിയും പോയി, എല്ലാം പോയി. ഇതാ മറന്നു കിടക്കും. അതാണ് മർമ്മം. സുവിശേഷത്തിന്റെ മർമ്മം. ജീവിത പ്രശ്നങ്ങൾ കൂടെ, ജീവിത ആവശ്യങ്ങൾ കൂടെ, ജീവിത നിരാശയിൽ കൂടെ രക്ഷിക്കപ്പെടാത്ത ആളിന് എന്ത് കൊടുക്കണം? മർമ്മം കൊടുക്കണം. കുഞ്ഞുണ്ടി കറകുട്ടിക്ക് മേടിക്കരുത് കേട്ടോ. ദൈവം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കർത്താവിന്റെ വചനം ഹൃദ്യമായി അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കട്ടെ. ആ സമയത്ത് ജീവിതങ്ങൾ രൂപാന്തരം. ഞാനൊരു മാത്തുക്കുട്ടി ഓർക്കുന്നു. ഇവിടെ മാത്തുക്കുട്ടിമാരുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ അറിയുന്ന മാത്തുക്കുട്ടി, അദ്ദേഹത്തിന്റെ പിതാവ് ഞങ്ങളുടെ നാട്ടിൽ തൈര് കച്ചവടം എന്ന് പറയും. അങ്ങ് പുറമറ്റത്തു നിന്ന് തൈര് വാങ്ങിച്ചിട്ട് അങ്ങ് ചമ്പക്കുളം കുട്ടനാടിന്റെ അങ്ങ് വരെ കൊണ്ടുപോകും. അദ്ദേഹത്തിന് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി. മാത്തുക്കുട്ടി അദ്ദേഹത്തിന്റെ മകനാണ്. സന്തോഷമാണ്. തൈര് കുടിച്ചാൽ അനുകരിക്കാൻ നല്ല നല്ല ബലമാണ്. അദ്ദേഹം ദുർമാർഗത്തിലേക്ക് പോകും. അദ്ദേഹം തൈര് കുടിക്കുന്നവനല്ല, മദ്യം കുടിക്കുന്നവനായിത്തീർന്നു. ആ ഭവനത്തിന് വളരെ നിരാശയായിത്തീർന്നു. ഞങ്ങളുടെ പ്രദേശത്തിനൊരു പ്രശ്നമായിത്തീർന്നു. ആർക്കും അവൻ നടക്കുമ്പോൾ നടക്കാൻ വയ്യാത്ത അവസ്ഥയായിത്തീർന്നു. അവരുടെ പെങ്ങൾ അവർക്ക് വേണ്ടി കണ്ണീരോട് പ്രാർത്ഥിച്ചു. അവൻ രൂപാന്തരപ്പെട്ടു. അവൻ അതുവരെ നടന്നത്
ഇത്രയുള്ള ബെല്ലിനിട്ട് ഇങ്ങനെ നടക്കും. അതിനുശേഷം നടക്കുന്ന എന്നറിയാം, വലിയൊരു കുപ്പായിട്ട്, കച്ചൻ്റെ കുപ്പായമല്ല, വലിയ ഇവിടെയുള്ള നിങ്ങളുള്ള കുപ്പായമുണ്ടല്ലോ, ഷർട്ടുണ്ടല്ലോ, അതുപോലെ ജുവം ഇട്ട് ദൈവത്തിൻ്റെ വചനം കയ്യിലെടുത്തുകൊണ്ട് അവനാരെയെല്ലാം ഉപദ്രവിച്ചു, അവനാർക്കെല്ലാം പ്രശ്നമായിരുന്നു, അവരുടെ മധ്യത്തിൽ സാക്ഷിയായി തീർന്നു. മാത്തുക്കുട്ടി ഹാസ് ചേഞ്ച് ആൻഡ് ഹി ബിക്കെയിം എ കുട്ടി ഓഫ് ഗോഡ്. അവിടെ കുട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാണ്ടേക്കണം ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, മർമ്മസ്ഥാനത്ത് എത്തുന്നതായ വാർത്തയാണ് സുവിശേഷം. എല്ലാ പ്രശ്നത്തിൻ്റെയും പാപത്തിൻ്റെയും പരിഹാരം ഈ മർമ്മത്തിൽ. എന്തോ മർമ്മം? ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ. ആ മർമ്മം എല്ലാം മറന്നാലും, ഇന്നത്തെ പ്രസംഗം എല്ലാം മറന്നാലും ഈ മർമ്മം കൊണ്ട് പാടുമ്പോഴത്തല്ല ഈ മർമ്മം മനസ്സിൽ വെച്ചുകൊണ്ട് പാടണം. ഈ മർമ്മം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. പാടുമ്പോൾ മർമ്മം പ്രവൃത്തി, ഇല്ലെങ്കിൽ മർമ്മമാണ് പിന്നെ പ്രയോജനം. ഞാൻ ഇവരോട് പറഞ്ഞെങ്കിൽ നിങ്ങളോടുകൂടിയാണ്. പ്രിയമുള്ളവരെ, മർമ്മം അറിയണം. മർമ്മം സ്ഥാനത്ത് കൊള്ളിക്കുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കും. ഇന്ന് രാഷ്ട്രങ്ങൾക്കും സഭകൾക്കും കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ആവശ്യം എന്താണെന്ന് ഈ മർമ്മമാണ് ആവശ്യം. അതുകൊണ്ട് ഉണ്ടായിരിക്കും, ഉറകപ്പറയുക, സകലരോടും കാണുന്നവരോടൊക്കെ വട്ടന്മാർ പറയുന്ന പോലല്ല, സ്നേഹത്തോടെ സൗമ്യതയോടെ പ്രാർത്ഥനയോടെ കർത്താവിനെ കുറിച്ച് പറയും. ഈ അവസരത്തിൽ ഞാൻ ഐശ്യാവിനെ കുറിച്ച് ഓർക്കുകയാണ്. ഐശ്യാവ് 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആരടിക്ക് വേണ്ടി. ആ അധ്യായം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. കാരണം ഞാൻ 6-ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അന്നത്തെ മർത്തോമായിലെ സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട PT തോമസ് അച്ഛൻ അവിടുത്തെ മർത്തോമ പള്ളിയിൽ പ്രസംഗിക്കുന്നതാണ്. അദ്ദേഹം എടുത്ത വാക്യമാണ് അവൻ കണ്ടു. കേട്ടോ, ഞാൻ പറഞ്ഞു, നിങ്ങൾ പുറകിൽ കേട്ടോ, കേൾക്കാൻ സാധ്യതയില്ല, കാരണം അതത്ര സുഖമുള്ള കാര്യം. അവൻ കണ്ടു. ആരെ? യെശയ്യാവ് കണ്ടു. ആരെ കണ്ടു? ഉയരത്തിലെ ദൈവത്തിന്റെ മഹത്വം, വിശുദ്ധിയെ കണ്ടു. അവൻ കണ്ടു, തന്നെ തന്നെ കണ്ടു, തന്റെ പാപം, തന്റെ അശുദ്ധി കണ്ടു. അയ്യോ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞു. അവൻ കണ്ടു, ചുറ്റുപാടുള്ളവരെ കണ്ടു. അതാണ് സാങ്ക്ടിഫൈഡ് ലൈഫ്. സാങ്ക്ടിഫൈഡ് ലൈഫില് രക്ഷിക്കപ്പെട്ടു, ക്രിസ്തുവിനെ കണ്ടു, പാപം മനസ്സിലാക്കി. സാങ്ക്ടിഫൈഡ് ലൈഫില് തന്നെ തന്നെ കണ്ടിട്ട് കർത്താവിന്റെ സന്നിധിയിൽ പാപം ചെയ്തു. അവൻ കണ്ടു, ചുറ്റുപാടുള്ളവർ നശിക്കുന്നവരെ കണ്ടു. പ്രിയമുള്ളവരെ, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ളത് നാം ഓർക്കുക. ഗൾഫ് കൺട്രീസിന്റെ ഒരു നിലവിളിയാണിത്. കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക. രക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം ഇവിടെ കുറവാണ്. കർത്താവ് എല്ലാവർക്കും വേണ്ടിയാണ് ലോകത്തിൽ വന്ന് തൻ്റെ പാപപരിഹാരമായി തന്നത്. ഇന്ന് ഞാൻ ഇവിടെ ആരെയെങ്കിലും ഇങ്ങനെയുള്ള പ്രവർത്തനത്തിൽ ഉണ്ടായെങ്കിൽ കർത്താവ് കൂട്ടമായിട്ട് നമ്മളെ അനുഗ്രഹിക്കും. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ കഴിഞ്ഞിട്ട്, ലഭിച്ചു കഴിഞ്ഞോ എന്നല്ല, തികഞ്ഞവനായോ എന്നല്ല, ഞാൻ ക്രിസ്തുവിനെ പിടിപ്പാനിരിക്കുന്നുണ്ട്. അതും എനിക്ക് പിടിക്കാമെന്ന് വെച്ച് ഞാൻ ഓടുന്നത് മാത്രമേ. നമ്മുടെ ഇടവുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പിടിക്കപ്പെടുവാനായിട്ട് ചിലരുണ്ട്. നിങ്ങളവരെ പിടിക്കപ്പെടുവാനുള്ളവരെ കണ്ട് ഈ സുവിശേഷം വരെ അറിയിക്കുക നമ്മുടെ ദൗത്യമാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ പറഞ്ഞു, ഞാൻ തലയോടിയിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു, വിളിക്കപ്പെട്ടു. കോഴിക്കോട് ചേവായൂരിൽ വെച്ച് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ UBSയിലേക്ക് പോയി. ബീഹാറിൽ പാറ്റ്നയിൽ വെച്ച് ഞാൻ പിടിക്കപ്പെട്ടു. ഞാൻ ബൈബിൾ കോളേജിൽ പോകുമ്പോൾ പിടിക്കപ്പെട്ടവനല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവൻ മാത്രം. ഞാൻ ബീഹാറിൽ സമ്മർ വെക്കേഷൻ, നല്ല വെയിലുള്ളപ്പോൾ, നല്ല ചൂടുള്ളപ്പോൾ ബൈബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കാൻ പോയപ്പോൾ ഞാൻ പിടിക്കപ്പെട്ടു. അന്ന് ഞാൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ കർത്താവ് ആയിച്ചിരുന്നെങ്കിൽ ഞാൻ കർത്താവിൻ്റെ പേരിൽ ഈ സഭയുടെ ബന്ധത്തിലായിത്തീരും. പ്രിയമുള്ളവരെ, അന്ന് ഞാൻ ആ ബീഹാറിലെ
ആ സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് അടുത്ത ഒരു വർഷം കൂടെ ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ 16 പേര് പഠിച്ചു. അതിൽ കുറെ സഹോദരിമാരുണ്ട്, അവരൊക്കെ പ്രൊഫസർമാരുടെ ചെയ്യുന്നുണ്ട്. അയ്യോ, God has called me and I should be a missionary to North India and I have the burden for the souls of North India. I must go. Sir, will you please pray for me? കണ്ണിനെ കുടിക്കുക. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, മേരി, അവൾ കരയാത്ത ഒരു പ്രൊഫസറെടുത്ത് അവൾ കരയാത്തതല്ല. ഡിഗ്രി കിട്ടി. അടുത്ത സമയത്ത് അറിയാമോ, ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ, ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഈ അച്ഛന്മാർ പഠിക്കുമ്പോൾ ആ ഭാഗ്യമില്ല. ഞങ്ങൾക്കൊരു 10-50 അഡ്രസ് കിട്ടും. അമേരിക്കയിലുള്ള ആൾ ബൈബിൾ കോളേജിലെ അഡ്രസ് കിട്ടും. അതെങ്ങനെ ഞാൻ കേട്ടു, അവിടെ ചെയ്യേണ്ട ഒരേ ഒരു ജോലി, ഒരു ആപ്ലിക്കേഷൻ അയക്കുക. I want to study in your college. You do what is needed. Your passport you have to make out, and your visa they will make it, and your plane fare they will make it. They will give admission there, and they will take care of everything. നിങ്ങൾ 16 പേര് പഠിച്ചതില്ല, 14 പേര് പോയി, 14 പോയി. They are enjoying in the States, and I am enjoying here. I praise God. ഒരിക്കൽ ഒരു സഹോദരൻ എനിക്കൊരു കത്തയച്ചു. അവൻ്റെ കിഴക്കേറ്റത്തും തെക്കേറ്റത്തും വടക്കേറ്റത്തും എന്തുകൊണ്ടാണെന്ന് പറയാം, നനഞ്ഞു. എന്തുകൊണ്ട് നനഞ്ഞാൽ വെള്ളമൊഴിച്ചല്ല, കണ്ണനി. പ്രിയമുള്ളവരെ, ദൈവം വിശ്വസ്തനാണ്. അവൻ വിശ്വസ്തനാണ്. ഇന്ന് അമേരിക്കയിൽ പോയവർ 1 ലക്ഷമോ 2 ലക്ഷം രൂപ കൊടുത്ത സഭയുടെ ഗുഡ് ലിസ്റ്റിലാണ്. എന്നാൽ അന്ന് നോർത്ത് ഇന്ത്യ വേലയ്ക്ക് പോയവർ ഗുഡ് ലിസ്റ്റിലൊന്നുമല്ല, തള്ളപ്പെടാത്ത ലിസ്റ്റിലാണ്. ഈ 2-3 ലക്ഷം കൊടുക്കുന്നതാണുള്ള ഈ പ്രിയപ്പെട്ടവരാണ് സഭയുടെ ലിസ്റ്റിൽ. But there are few here in India who sacrifice their life for the glory of God. And എന്തിനാണ് പറഞ്ഞിട്ട്, sanctified life we have to submit ourselves. നാം കർത്താവിന്റെ പേരിൽ നിന്നാണ് പിടിക്കപ്പെട്ടവരുടെ ജോലി എന്താണ്? ഞാൻ വേഗത്തിൽ കേൾക്കാം. പിടിക്കപ്പെട്ടവരുടെ ജോലി പിടിക്കുക. അത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. പിടിക്കപ്പെട്ടവരുടെ രണ്ടാമത്തെ ജോലി, exhibit Christ in their life, in my life. ഞാൻ കർത്താവിനാൽ പിടിക്കപ്പെട്ടുവെങ്കിൽ my duty to exhibit Christ wherever I am. And not only that, വിശദീകരിക്കേണ്ടതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. My second duty is to represent Christ in my society, to exhibit Christ in my life, to represent Christ in my society. കരയുന്നവരോട് കരയുവാൻ, യേശുവിനെ കരയുന്നവൻ കാണും. യെരൂശലേമിനെ നോക്കി അവൻ കരഞ്ഞു. സ്നേഹിതനായ ലാസറിന്റെ ഭവനത്തിൽ ക്രൂശിൽ കിടക്കുന്നതായിട്ടുള്ള കള്ളനെ നിലവിളിച്ചു, അവൻ കേട്ടിട്ടുണ്ട്. നമുക്ക് കരയാം. ക്രിസ്തീയ ശിക്ഷണവും മെന്ററിങ്ങും ഇല്ലാതെ നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 1-ാം സ്ഥാനത്ത് വെക്കുന്ന കേരളത്തിന് വേണ്ടി കരയാം. ഡൈവേഴ്സിൽ 40% ഇപ്പോൾ കൂടിയിട്ടുണ്ട്. കൊലപാതകം 60% കേരളത്തിൽ കൂടിയിട്ടുണ്ട്. സ്വയത്യാഗമില്ലാത്ത, ആത്മീയതയില്ലാത്ത, ആത്മാവില്ലാത്ത ആരാധനകൾ നടത്തുന്ന ഇടങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. നമ്മുടെ മിഷൻ ഫീൽഡുകളിലേക്ക് നാം പ്രാർത്ഥിക്കാം. നാം എങ്ങനെയുള്ളവരായിരിക്കണം? സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് പ്രവർത്തിക്കും. എനിക്കൊരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നു. ആ ദൈവം എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചോളൂ. The sanctification, the sanctified person in relation to the rapture. Rapture എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിഷയമാണ്. അത് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ നിങ്ങൾ പഠിക്കുക. The sanctified person in relation to the rapture. കർത്താവ് വരും, അവൻ വീണ്ടും വരും. തക്ക സമയത്ത് നമ്മെ ചേർക്കുവാൻ അവൻ വരും. നമുക്ക് നമ്മുടെ തലകളെ പ്രാർത്ഥിക്കാം. റാപ്ചറിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയട്ടെ. റാപ്ചറിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രതീക്ഷയോടിരിക്കണം. അത് മാത്രം പോലെ പിന്നെ
ഒരുങ്ങി. എങ്ങനെ ഒരുങ്ങുന്നത്? ഇവിടെ നിങ്ങൾ വന്നപ്പോൾ എങ്ങനെ ഒരുങ്ങി? ഓഫീസിലെ ഡ്രസ് ഇട്ടുകൊണ്ടാണ് വന്നത്. നാളെ രാവിലെ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കുളിക്കുമോ? കുളിക്കും. രണ്ടാമത് എന്ത് ചെയ്യും? ഡ്രസ്സുമാണ്. This is exactly you have to do for the coming of Christ. കുളിക്കുക, ഒരുങ്ങുക. കുളിച്ചോ കുഞ്ഞാട്ടിൻ. Put on Christ. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, വിശുദ്ധ ജീവിതത്തിന് ഞങ്ങളെ അവകാശികളാക്കുന്ന സ്തോത്രം. വിശുദ്ധ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യേണ്ട ദൗത്യങ്ങൾ നിങ്ങളെ കൽപ്പിച്ചു. അത് ചെയ്യുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.